നമസ്കാരം. ഇന്ത്യ വിരുദ്ധ പ്രചരണത്തിനായി സോറോസ് ഫണ്ട് വരുത്തുന്നത് വളഞ്ഞ വഴികളിലൂടെയാണെന്നുള്ള ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പ്രകാരം ഗ്രെറ്റ തൻബർഗിന്റെ ഇന്ത്യ വിരുദ്ധ ടൂൾ കിറ്റുകൾ ഡിജിപബ് പോർട്ടൽ നെറ്റ്വർക്ക് വഴി പ്രചരിപ്പിക്കുന്നതിനായി കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ 2016 ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ ഫണ്ട് സ്വീകരിക്കുന്നതിന് ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം വളഞ്ഞ വഴികളിലൂടെയാണ് സോറോസ് ഫണ്ട് ഡിജിപബ് പോർട്ടലുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും എത്തിക്കുന്നത്. ഇങ്ങനെ എത്തിച്ച സോറോസിന്റെ വളഞ്ഞ വഴികളിൽ ഒന്നാമത്തേത് വ്യാജ സേവന കയറ്റുമതിയാണ്. വിദേശ സ്ഥാപനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കിയെന്ന വ്യാജ ബില്ലുകളുടെ പേരിൽ കോടിക്കണക്കിന് ഡോളർ ഡിജിപബ് പോർട്ടലുകൾക്ക് ഇതുവഴി ലഭിച്ചു. വിദേശ ഫണ്ടിനെ പറ്റി രാജ്യദ്രോഹ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് UAPA ചുമത്തപ്പെട്ട ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർപൂർ കായസ്ഥ ഈ മാർഗമാണ് സ്വീകരിച്ചതെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഡിജിപബ് വൈസ് ചെയർമാനാണ് പ്രബീർപൂർ കായസ്ഥ. ഡിജിപബിലെ മറ്റേതെല്ലാം പോർട്ടലുകൾ ഇതേ രീതിയിൽ കള്ളപ്പണ ഇടപാട് നടത്തിയെന്ന് കണ്ടെത്തുന്നതിനായി ED ചില പോർട്ടലുകളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തിരുന്നു. രണ്ടാമത്തേത് പോയിന്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന പോയിന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിലുള്ള ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുഖേന ഡിജിപബിലെ പല പോർട്ടലുകൾക്കും പരിശീലനത്തിനെന്ന പേരിൽ സഹായം ലഭ്യമാക്കുന്നുണ്ട്. വ്യാജ വാർത്തകളുടെ പ്രഭവ കേന്ദ്രമായ ഓൾട്ട് ന്യൂസിനാണ് ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് എന്നറിയുമ്പോൾ അതിന്റെ അജണ്ട വ്യക്തമാണ്. വ്യാജ വാർത്തകളുടെ പേരിൽ പല തവണ ജയിൽവാസം അനുഭവിച്ചയാളാണ് ഓൾട്ട് ന്യൂസ് എഡിറ്റർ മുഹമ്മദ് സുബൈർ. മൂന്നാമത്തേത് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവ്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്ന് നേരിട്ട് ഫണ്ട് സ്വീകരിക്കുന്നതിന് ഡൽഹിയിലെ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവിന് വിലക്ക് വന്നതോടെ സോറോസ് റൂട്ട് മാറ്റിപ്പിടിച്ചു. UKയിലെ കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവിന് സോറോസ് നൽകുന്ന ഫണ്ട് ഡൽഹിയിലെ ഇനിഷ്യേറ്റീവ് അക്കൗണ്ടിലേക്ക് ഇവർ കൈമാറും. മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും വാർത്തകൾക്കും ഫെല്ലോഷിപ്പും അവാർഡുകളും എന്ന പേരിൽ ഈ ഫണ്ട് ഡിജിപബ് പോർട്ടലുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. നാലാമത്തേത് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇന്ത്യ മീഡിയ ഫെല്ലോഷിപ്പ്. ഇന്ത്യ വിരുദ്ധ വാർത്തകളിൽ തൽപരരായ മാധ്യമ പ്രവർത്തകരെ കണ്ടെത്തി ഫെല്ലോഷിപ്പ് നൽകുന്നതാണ് ഈ പദ്ധതി. ഡിജിപബ് ചെയർപേഴ്സൺ ധന്യ രാജേന്ദ്രനും ദ വയർ എഡിറ്ററുമാണ് ഫെല്ലോഷിപ്പ് സെലക്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത്. ഇന്ത്യ വിരുദ്ധ വാർത്തയൊന്നിന് 30,000 രൂപയാണ് പ്രതിഫലം. അഞ്ചാമത്തേത് IPS MF MDIF, ന്യൂസ് മിനിറ്റ്, ദി വയർ തുടങ്ങിയ പോർട്ടലുകൾക്ക് ധനസഹായം നൽകുന്ന സംഘടനകളാണിവ. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ പണമാണ് രണ്ടിന്റെയും മൂലധനം. ആറാമത്തത് 350.org സന്നദ്ധ സംഘടന. ടൈറ്റ്സ് ഫൗണ്ടേഷന്റെ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ സന്നദ്ധ സംഘടനയാണ് ഡിജിപബിലെ ഏറെ പോർട്ടലുകൾക്ക് താങ്ങായി നിൽക്കുന്നത്. ഏഴാമത്തേത് വിദേശ ഷെൽ കമ്പനികൾ. വിദേശത്ത് നിന്ന് കള്ളപ്പണം എത്തിക്കുന്നതിന് ഡിജിപബിലെ ചില പോർട്ടലുകൾ വിദേശ രാജ്യങ്ങളിൽ രഹസ്യമായി ഷെൽ കമ്പനികൾ നടത്തുന്നുണ്ട്. ഇത് 1 വർഷത്തിൽ താഴെ മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത്. അതിനുശേഷം പൂട്ടിയിടും. ഇടപാടുകൾ അതിനകം ഇവർ നടത്തിയെടുക്കുകയും ചെയ്യും. 1 വർഷം പൂർത്തിയാക്കാത്തതിനാൽ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യാതെ ഇവർ തടിയൂരും. വീണ്ടും പണം പുതിയ ഷെൽ കമ്പനിയിലേക്ക് മാറ്റി തട്ടിപ്പ് തുടരുകയും ചെയ്യും. ഡിജിപബ് പോർട്ടൽ ശൃംഖലകളുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെയും കള്ളപ്പണ ഇടപാടുകളെയും കുറിച്ച് IB വിശദ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം അമിത് ഷായുടെ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ടു പോവുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.